ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം, അതായത് ബംഗാളിലേക്ക് വന്നതിന് ശേഷം ഞാൻ ചെയ്ത വീഡിയോസിൽ, മിക്ക വീഡിയോസിലും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ തുടക്കത്തിലുള്ള വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കുറേ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും കലയെ എന്താ പറയാ, കല, പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള ഒരുപാട് കലകളെ, ഒന്നിലൊതുങ്ങുന്നതല്ല, ഒരുപാട് കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും എന്നുള്ളത്. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ നാടാണ് ഈ ബംഗാൾ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണുന്ന, നാട്ടിൽ കാണുന്ന, കുറച്ച് കാണുന്ന ബംഗാളികളിൽ പെടുന്നതല്ല ഈ ബംഗാൾ എന്നുള്ളത്. എന്റെ അറിവില്ലായ്മയോ സ്കൂളിൽ പണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ എന്തോ എനിക്കറിയില്ല. നമ്മളെ കേരളത്തിന്റെ ഭ്രാന്താലയം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ ബംഗാളിയാണെന്നുള്ളത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു പുതിയ അറിവായിരുന്നു അത്. ആഹ് അതേപോലെ ഒരുപാട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകള്, പിന്നെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെ ഒരുപാട് ആളുകളുടെ നാടാണ് ഈ ബംഗാൾ എന്നുള്ളത്. അപ്പോ എത്രത്തോളം അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം കലയെയും കാര്യങ്ങളൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. അപ്പൊ ആ ഒരു കല വെച്ചിട്ടാണ് എനിക്ക് ഒരു വരുമാനം ഞാൻ ഇവിടുന്ന് കണ്ടെത്തിയത്. ഞാനായിട്ട് എഫേർട്ട് എടുത്ത് കണ്ടെത്തിയതോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ മുന്നേ, എന്താ പറയാ, നമ്മള് പഠിച്ച് അങ്ങനെ കിട്ടിയൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഈ ഒരു സമയം, അതായത് കുട്ടികളുടെ ആ ഒരു ചെറിയ സമയത്ത് അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യാണ്ടിരുന്നത്. അതേപോലെ എനിക്ക് പണ്ട് മുതലേ ഈ ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. പലതും പുതുതായിട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരുപാട് പലതരത്തിലുള്ളത്, പെയിന്റിംഗ് ആയാലും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതായാലും, അതായത് ജ്വല്ലറി മേക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ട്രെൻഡിങ്ങിൽ പോകുന്ന ഈ ജ്വല്ലറി മേക്കിംഗ്, എനിക്ക് തോന്നുന്നു ഒരു 15 കൊല്ലം മുന്നേ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അന്നൊക്കെ ഞാൻ ഈ പാദസരമൊക്കെ ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ഘട്ടം വരുമ്പോ അതിനോടൊരു മടുപ്പ് തോന്നും, നിർത്തും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടുന്ന് എന്താ പറയാ, എന്റേതായിട്ടുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്ന ഒരുപാട് ഉണ്ടാക്കണം എന്നല്ല, ഒരുപാട് വരുമാനം ഉണ്ടാക്കണം എന്നൊന്നല്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അതിന്ന് കുറച്ചൊരു ഏർണിങ്സ് കിട്ടുകയാണെങ്കിൽ നല്ലത് എന്നുള്ള രീതിക്കാണ്. അപ്പൊ ഇതിലിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടാക്കിയ നെറ്റിപ്പട്ടത്തിന്റെ കാര്യമാണ്. അപ്പൊ ഞാൻ കുറെ കാലം മുന്നേ ഞാൻ ഇതിന്റെ ക്ലാസ് ഒക്കെ ഇങ്ങനെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ആ നോ ചെയ്ത് നോക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ ഇൻട്രസ്റ്റ് തോന്നി, ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെയാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് പുറത്ത് നിൽക്കുന്ന സമയത്ത്, ഇവിടെ മിലിറ്ററി ഏരിയയിലെ ഉള്ളിലേക്ക് വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വന്ന സമയത്ത് എന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണാൻ ഞങ്ങൾ പുറത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ആളുകള് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ, ആർട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ, അവര് ഈ ഹോം മെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മള് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞാനിത് ഉണ്ടാക്കിയത് കണ്ടതുകൊണ്ട് ഞങ്ങള് നിന്നോണ്ടിരുന്നതെന്ന് വെച്ചാല്, ഞങ്ങളുടെ ഹൗസ് ഓണറിന്റെ മോനും അവരുടെ വീട്, അങ്ങനെ ആ ഒരു കോമ്പൗണ്ടിൽ ഈ 2 വീടായിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് കണ്ട്, അപ്പൊ അങ്ങനെയാണ്, അവിടെയാണ് എനിക്ക് അവര് ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പൊ അവരെ കെയർ ഓഫിൽ എനിക്ക് കുറെ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാനിത് ആ, ചെയ്ത് കൊടുത്തതും വരുമാനം ഉണ്ടാക്കിയതും. അപ്പോ ഇതൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലല്ല സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത് നോക്കിയത്. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്ന് പഠിക്കണം. പഠിച്ചതിന് ശേഷം നമുക്കൊന്ന് ഉണ്ടാക്കി നമ്മുടെ വീട്ടിലൊന്ന് ഹാങ് ചെയ്തിടണം. പുതിയ വീടൊക്കെ എടുക്കുകയല്ലേ, അപ്പൊ നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹാങ് ഇടുന്നതും, നമ്മൾ പുറമേന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മള് വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. പുറമേന്ന് വാങ്ങിയിട്ട് ചെയ്യുന്നതും നല്ലതല്ല എന്നല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് രണ്ടും കാണുമ്പോൾ, നമ്മൾ ഉണ്ടാക്കിയത് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു സന്തോഷം ഉണ്ടാവും ഉള്ളില്. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് കൂടുതൽ സമയക്കുറവ് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടും ചെയ്യാൻ പറ്റാണ്ട് വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ. അപ്പൊ ഇത് ഞാനായിട്ട് അങ്ങോട്ടേക്ക് എന്താ പറയാ, വരുമാനം ഉണ്ടാക്കണംന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല എങ്കിൽ പോലും എനിക്ക് ഇതിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട്
മാസത്തില് ഭയങ്കരമായിട്ടുള്ള വരുമാനം കിട്ടുന്നു അങ്ങനെയൊന്നല്ല. നമ്മളെ സന്തോഷത്തിന് നമ്മളെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യത്തിന് നമുക്കൊരു വരുമാനം കിട്ടുന്നൂന്ന് മാത്രം. അപ്പോ ഇതിന് കുറച്ച് നമ്മള് ടൈമും ക്ഷമയും ഒക്കെ വേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള നമ്മള് ഉണ്ടാക്കുന്ന ഓരോ കാര്യത്തിനും ഇതിന് മാത്രംന്നല്ല ഏതൊരു കാര്യത്തിനും അതിന്റേതായിട്ടുള്ള ആഹ് കാര്യം എന്താ പറയാ അധ്വാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം കുറച്ചധികം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ നാട്ടിൽ പോവാണ്. അപ്പൊ നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകാന്നുള്ള വിചാരിച്ചിട്ട്. കാരണം ഇവിടെ നമുക്ക് ഇവിടുത്തെ ഹോട്ടലിൽ നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ നാട്ടിൽ പോകുമ്പോ 1 മാസത്തോളം നാട്ടിൽ പോവും. അപ്പൊ അടച്ചിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെയൊക്കെ ഒരു വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഈർപ്പം ഒരു വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഒരു ഏരിയ ആയത് കാരണം ഈർപ്പമൊക്കെ അടിച്ചിട്ട് നമ്മള് ആൾപെരുമാറ്റം ഉള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ പൂപ്പല് കയറുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പോവാണല്ലോ അപ്പോ പോകുമ്പോ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാന്നുള്ള രീതിക്ക്. നാട്ടിൽ പോയി ഇരുന്നിട്ട് ചെയ്യാൻ എന്താ പോയി കഴിഞ്ഞാൽ ലീവിന് പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയിട്ട് പോകുമ്പോ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിന് ഇരുന്നത്. നമുക്ക് ഇത് എന്താ പറയാ നമ്മള് ഈ ഒരു സമയത്ത് ആദ്യമൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. പക്ഷെ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരു ആഴ്ചയൊക്കെ എടുക്കേണ്ടി വരും. അതാണിപ്പോ സത്യം പറഞ്ഞ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് എ എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ചെയ്യാൻ പറ്റിയാ മതിയല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ ഇതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചാ ഇതൊക്കെ ചെയ്യുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവരൊക്കെ ഉറങ്ങിയതിന് ശേഷാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ എനിക്ക് വേണ്ടിയിട്ടന്നെ ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മള് ആഹ് ഇങ്ങനെ ചെറിയ ചെറിയ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് മോനൊക്കെ ആവുമ്പോ ചെറിയ മക്കളൊക്കെ ആവുമ്പോ പ്രത്യേകിച്ച് അവര് ഗമ്മൊക്കെ എടുത്ത് അവരെ കയ്യിലാക്കി അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് കൂടുതലും ഇവര് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ ചെയ്യുക. അപ്പൊ ഈ കാര്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് രാത്രി അത്യാവശ്യം നല്ല ലേറ്റ് ആയ സമയത്താണ് ചെയ്തത്. കാരണം ഞാൻ മുന്നേ ഓർമ്മിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാ പോകുമ്പോ എന്തായാലും കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. അപ്പൊ ഇത് ചെയ്യുന്ന ഏകദേശം എനിക്കൊന്ന് രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 1:15 എല്ലാം കഴിയുമ്പോഴത്തേക്ക് 2 മണി ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെയ്തു. ഇതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കൊണ്ടുവന്നു. നമ്മള് കൂടുതലും റെഡ് ഒക്കെ ഉള്ള കോമ്പിനേഷനാണ് നമ്മള് നാട്ടിൽ കാണുന്നത്. അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള എന്റെ തന്നെ വീട്ടില് ഹാങ് ചെയ്യാനുള്ളതായത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും എന്റെ കയ്യിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമന്റും ഷെയറൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള എന്താ പറയാ ക്രാഫ്റ്റോ കാര്യങ്ങളോ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് തന്നെ പോയി ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് നമ്മളെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഹാപ്പിയായി ഇരിക്കാന്ന് തന്നെയുള്ളൂ. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.